അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തീ പിടിപ്പിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ദേ തീ കത്തിക്കാൻ ഭയങ്കര പാടാണ്. ഞാനും തീ ഒരു കണ്ടെത്തി ചേരില്ല കേട്ടോ. ഇനി എൻ്റെ കുഴപ്പമാണോ തീൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. കത്തി പിടിക്കാൻ ഭയങ്കര പാട്. ചില സമയത്ത് അങ്ങ് കത്തും കേട്ടോ. എന്നാൽ കാക്കു കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തിപ്പിടിച്ച്, ഞാൻ കത്തിക്കുമ്പോൾ ഇതുപോലെ ഒരു മാഞ്ഞാളം കൊഞ്ചലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഓട്ടട ചൂടാമെന്ന് വിചാരിച്ചു. ഓട്ടട എല്ലാവർക്കും അറിയിക്കും, നല്ല ടേസ്റ്റാണ് ആ ഒരു കടി ഉണ്ടാക്കാൻ രാവിലെ. അപ്പോൾ ദേ ഈ പോണ ആളെ കണ്ടോ, ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ അനിയത്തിപ്രാവിലെ കുഞ്ചാക്ക ബോബനും ശാലിനീൻ്റെ പോലെ ഉണ്ടല്ലേ. ഇവർ രണ്ടാളും ഭയങ്കര ലവ് ആട്ടോ, എപ്പോഴും ഇങ്ങോട്ട് വരുവേ. പിന്നെ അത് ഓട്ടട ചൂടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓട്ടട എല്ലാവർക്കും അറിയില്ല, നല്ല ടേസ്റ്റാട്ടോ. ഇതിൻ്റെ കൂടെ ബീഫ് വരട്ടിയത് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറയുന്ന ഒരു ഇതായിരുന്നു കേട്ടോ, പോത്ത് വരട്ടിയതും ഓട്ടടയും ഇടിച്ചിടാൻ പറയും. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റാണിത്. നമ്മൾ ചോറും അരിയൊക്കെ അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ബീഫ് കറി കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി പൊളിക്കും. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ ബീഫ് കറിയൊന്നുമല്ല, ഞാൻ മേനമേന ഉണ്ടാക്കിയത് കേട്ടോ. നമ്മളെ മുട്ട കൂടെ ഞാൻ റെസിപ്പി ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം, വീഡിയോ ഇട്ട് തരാം. പിന്നെ അതേ ഒരാളിപ്പോൾ വീട്ടിലേക്ക് പോയി വരാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ഒന്ന് ഒരുക്കി തട്ടൊക്കെ ഒന്ന് ചുറ്റി സുന്ദരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഒരാളിവിടെ നല്ല കിടന്നുറങ്ങാം കേട്ടോ, ഗുളിക കഴിച്ചാണ്. ഇവർക്കൊന്നും പ്രായമായിട്ടില്ല, അസുഖങ്ങളല്ല, അസുഖം കൊണ്ട് പ്രായമായത് രണ്ട് പേർക്കും കേട്ടോ. അധികം പ്രായമൊന്നുമില്ല, പക്ഷെ അസുഖങ്ങൾ കൊണ്ട് മരുന്ന് കഴിച്ചിട്ടുള്ള അസുഖങ്ങളാണ്. പിന്നെ ദേ ഈ വഴി താണ്ടി വേണം ഞങ്ങളെ വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ ബൈക്കിലാട്ടോ പോണത്. അങ്ങനെ അവരെ പറഞ്ഞയച്ചത് ഞാനൊരു കൂട്ടം കാണിച്ചത്. എന്നത് വീഡിയോ കാണിക്കണം എന്ന് വിചാരിക്കും. ഈ മൂച്ചി 10 വർഷമായിട്ടും കായ്ക്കാത്തായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് നമ്മൾ ഉമ്മമാരൊക്കെ ചെയ്ത പോലെ വെട്ടത്തി എടുത്തിട്ട് രണ്ട് കൊത്തുകൊത്തുന്ന ഇതില്ലേ, അതുപോലെ നമ്മൾ മോതിരവളയാക്കിയിട്ട് ചെയ്ത് കൊടുത്തതാട്ടോ. അങ്ങനെ നിങ്ങളത് കായ്ക്കാത്ത മൂച്ചിയോ പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കി ഒത്തിരി ഉണ്ടാവും. പിന്നെ ഈ ഒരു കലാപ്പാടി മാങ്ങ ഉണ്ടല്ലോ, അടിപൊളി മാങ്ങ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ അങ്ങ് അന്തം വിട്ടിരുന്ന് പോയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ.